യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എല്ലാ തടസ്സങ്ങളും എല്ലാ പോരുകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങട്ടെ. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ കരം പിടിച്ച് നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി അനുഭവിപ്പാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. പാടുവാൻ കൃപ നൽകണം, ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം, ജനത്തെ അവിടുന്ന് ഒരുക്കണം, മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർന്നിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർന്നിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ല ഉയർത്തിടാം.
കർത്താവിന്റെ നാമത്തെ ഇന്ന് രാത്രിയിലും പാടുവാൻ, ആമേൻ, ആരാധിപ്പാൻ നമ്മെ സഹായിച്ച, നമ്മെ ബലപ്പെടുത്തിയ നമ്മുടെ കർത്താവിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ഈ പകൽ ഒരുപാട് വെല്ലുവിളികൾ, ആമേൻ, ഒരുപാട് പ്രതിസന്ധികൾ, ആമേൻ, തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം, മരുഭൂമിക്കപ്പുറത്ത്, ആമേൻ, ഓരേവില് ഒരു ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, നിന്നെ തേടിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. വെല്ലുവിളി നിന്റെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? അതിനപ്പുറത്ത്, ആമേൻ, ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിൽ ഒരു കണ്ണുനീരും നിലവിളിയും ഉയർന്നെങ്കിൽ, ആമേൻ, ഒരു മഹത്വം അവരുടെ കുടുംബത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം, ആമേൻ, അനുവദിച്ചു. ഹല്ലേലൂയ. കനാവിൽ അതെ വിളിച്ചുകൂട്ടിയ ജനത്തിന്, ആമേൻ, അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റി അവരാശങ്കരായി എന്ത് ചെയ്യണമെന്നറിയാതെ, ആമേൻ, ആയിരിക്കുമ്പോഴും, ഹല്ലേലൂയ, സാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ കൂടെയുണ്ടെന്ന് തിരിച്ചറിയാൻ വൈകിയെങ്കിലും, ഹല്ലേലൂയ, തക്ക സമയത്ത്, ആമേൻ, ലജ്ജിക്കാതെ കണ്ട്, ആമേൻ, ക്ഷണിച്ചു വരുത്തിയവരുടെ, ആമേൻ, അതെ ജീവിതത്തിൽ അതുവരെ അനുഭവിക്കാത്ത സന്തോഷം നുകരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, ആമേൻ, വെള്ളത്തിന്റെ കളർ മാറിയില്ലെങ്കിലും രുചി മാറ്റി, ആമേൻ, മേത്തരമായ നിലയിൽ വീഞ്ഞ് കൊടുക്കുവാൻ അതെ പ്രവർത്തിച്ച കർത്താവ് ഇന്ന് രാത്രി കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിന് മകത്തം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആരും നിരാശരായി പോകുവാൻ, ആരും കണ്ണുനീരിലും ദുഃഖത്തിലും, ആമേൻ, തകർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ലോകത്തിൽ, ആമേൻ, ആർക്കും കഴിയാതിരിക്കുമ്പോൾ കണ്ണുനീരിനെ മറികടക്കാതെ കണ്ണുനീരിനെ തുടച്ച്, ഓ, നിന്റെ ദുഃഖത്തെ, നിന്റെ വിലാപത്തെ അതെ സന്തോഷമാക്കുവാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി വിശ്വസിക്കുന്നവരുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ചോദ്യത്തോടു കൂടെയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ജീവിതത്തിന്റെ അപ്പം, ഹല്ലേലൂയ, നിങ്ങൾ, ഹല്ലേലൂയ, ആസ്വദിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ജീവന്റെ അപ്പം, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ, ആമേൻ, അതെ, അപ്പം, ജീവന്റെ അപ്പം, ഹല്ലേലൂയ, ജീവിതത്തിന്റെ അപ്പം, ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ അതിശക്തി തോന്നിയേക്കാം. എന്താ ജീവിതത്തിന്റെ അപ്പം എന്ന് പറയുന്നത്? ആമേൻ, ജീവനുള്ളവർക്കല്ലേ വിശപ്പുള്ളത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശപ്പുള്ള നിന്റെ ശരീരത്തിന് തൃപ്തിയാകത്തക്ക വിധത്തിൽ ആഹാരം കഴിക്കുവാൻ, ഹല്ലേലൂയ, ഞാനും നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? തയ്യാറാകാറുണ്ട്. അല്ലെ? വിശപ്പുള്ളവൻ ആഹാരം കഴിക്കും. ഹല്ലേലൂയ. എന്തിനാ? അവന്റെ വിശപ്പ് മാറ്റുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? ആമേൻ, ജീവിതത്തിന്റെ അപ്പം. ഹല്ലേലൂയ. ആമേൻ. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം.
പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. വിശക്കുന്നവർക്കാകുന്നുവല്ലോ ആഹാരം ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആഹാരം ആവശ്യമായിരിക്കുന്നു. ആ ഒരു ഘടനയിലാണ് നമ്മുടെ ഈ ശരീരം ബിൽഡ് ചെയ്തിരിക്കുന്നത്. കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിന്റെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് ആഹാരം ആവശ്യമാണ്. പോഷകങ്ങൾ അടങ്ങിയ വൈറ്റമിൻസ്, മിനറൽസ് അടങ്ങിയ ആഹാരങ്ങൾ നാം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ശരീരം വളരത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ശരീരം നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. വിശപ്പും ദാഹവും മനുഷ്യ ശരീരത്തിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതെ, വിശപ്പുള്ള മനുഷ്യൻ, ദാഹമുള്ള മനുഷ്യൻ ആ മനുഷ്യ ശരീരത്തിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന് അവൻ ചലിക്കണമെങ്കിൽ, ഒരു മനുഷ്യന് ജോലി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, അവന്റെ ശരീരം ചലിക്കണമെങ്കിൽ, അവന്റെ മസ്തിഷ്കം വർക്ക് ചെയ്യണമെങ്കിൽ, അവന്റെ ശരീരത്തിന് ആവശ്യമായ ആഹാരം ലഭ്യമായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വിശപ്പ് ശമിപ്പിക്കുന്നതിനായി ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുകയും ദാഹം ശമിപ്പിക്കുവാൻ വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിലും ഭാഗികമായി ഭക്ഷണം കഴിച്ചവരുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രിയിലും ഭക്ഷണം കഴിച്ചവരുണ്ട്, ഭക്ഷണം കഴിക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. എന്നാൽ നിലത്തെ മണ്ണെടുത്ത് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് നിർത്തിയ മനുഷ്യന്റെ മൂക്കിൽ ശ്വാസം ഊതിയപ്പോഴാണ് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. ഹല്ലേലൂയ. ദൈവം നേരിട്ട് അവന്റെ മൂക്കിൽ ഊതി. ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശ്വാസം, ഇത് രണ്ടും കൂടെ ആ മനുഷ്യന്റെ അകത്തേക്ക് പ്രവേശിച്ചു. അവൻ ശാരീരികമായി ജീവനുള്ളവനായി മാറിയപ്പോൾ തന്നെ അവന്റെ അകത്ത് ഒരു ആത്മാവിനെയും കൂടെ ദൈവം അയക്കുകയുണ്ടായി. അവൻ ഈ ഭൂമിയിൽ ശരീരം കൊണ്ട് ബലമുള്ളതായി എഴുന്നേറ്റപ്പോൾ അവന്റെ അകത്ത് ഒരു ദൈവിക ആത്മാവ് വസിച്ചിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവൻ ഈ ശരീരം കൊണ്ട് ഒരു ആത്മീയ മനുഷ്യനായി ആദാം ഈ ഭൂമിയിൽ അത് ദൈവം ആക്കി വെച്ചു. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ ഒരു തുണയും കൂടെ ദൈവം കൊടുത്തു. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ഏദനിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ആത്മീയ കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു നിലവാരത്തിൽ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യനെ ശാരീരികമായി ബലം കൊടുത്ത്, ജീവൻ കൊടുത്ത് തോട്ടത്തിൽ വേല ചെയ്യുവാൻ ആക്കി വെച്ചു, തോട്ടം കാക്കുവാൻ ആക്കി വെച്ചു. അവർ ഇരുവരും ഒരുമിച്ച് അടുത്ത തലമുറ ഇവിടെ ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്തു. അങ്ങനെ കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി അത് ജീവിക്കുവാൻ ആക്കി വെച്ച മനുഷ്യനെ ആത്മീയ മരണം സംഭവിപ്പിച്ച് ആ തോട്ടത്തിനകത്തെ പുറത്തേക്കാക്കത്തക്ക വിധത്തിൽ തന്ത്രശാലിയായ പിശാച് അവനെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പകൽ ആരാധനയോടുള്ള മധ്യത്തിൽ ചില പൈശാചിക ശക്തികളാൽ ആവഹിക്കപ്പെട്ട ചില വ്യക്തികൾ അതേ ദൈവസഭയ്ക്കെതിരെ, ദൈവവചനത്തിനെതിരെ ശബ്ദമുയർത്തുന്നത് കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞു. ഇന്ന് രാത്രിയിലും ദൈവത്തിന് വേണ്ടി വിശുദ്ധിയിൽ തികഞ്ഞവനായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമൈതലേ, അന്നും ഇന്നും ഒരുപോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവമായി കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ തകർക്കുവാൻ പ്രതിയോഗിയായ പിശാച് എഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിലും അതേ യുദ്ധ കളത്തിലായിരിക്കാം താങ്കൾ. മാതാവ്
മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, സഹോദര സഹോദരി, ആമേ, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അത് തിന്മയായി ഭവിക്കുകയാണ്. കാരണം എന്താ? ആമേ, അതെ, നിനക്കെതിരെ പോരാട്ടമുണ്ട്. ഇവിടെ മനുഷ്യന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഭക്ഷണം ആവശ്യമാ, വെള്ളം ആവശ്യമാ. എങ്കിൽ മാത്രമേ ഈ ജഡത്തിന് നിലനിൽപ്പുണ്ട്. ഈ ജഡത്തിനകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ഭക്ഷണവും പാനീയവും ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് എല്ലാ ദിവസവും നടക്കുന്നുണ്ടെങ്കിലും, ആമേൻ, മനുഷ്യൻ ഒരു ശരീരം മാത്രം അല്ല എന്നുള്ള സത്യം അത് തിരിച്ചറിയണം. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നാം ആദ്യം ഒരു ആത്മാവാണ്. ഹല്ലേലൂയ. ആത്മാവിനെ കൈവശപ്പെടുത്തുകയും ശരീരത്തിൽ ജീവിക്കുകയും, ആമേൻ, ചെയ്യത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, ആമേൻ, ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ, ആമേൻ, നിലത്തെ മണ്ണുകൊണ്ട് അതേ ശരീരത്തെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോഴാണല്ലോ ജീവനുള്ള ദേഹിയായി ആദാം മാറ്റപ്പെട്ടത്. ഹല്ലേലൂയ. ആദാമിൽ നിന്നാണല്ലോ ഹവ്വ ഉണ്ടായത്. ഹല്ലേലൂയ. അങ്ങനെ ആദാമും ഹവ്വയും ഒന്നിച്ചപ്പോഴാണല്ലോ അടുത്ത തലമുറ ഇവിടെ ഉണ്ടായത്. എന്നാൽ ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ, ആമേൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം സ്വർഗത്തിലെ വലിയവനായ ദൈവം നൽകിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ, ആമേൻ, ഇന്ന് രാത്രി ഈ ലൈവിൽ ആയിരിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതേ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നോക്കിക്കേ, ആത്മാവ്, പ്രാണൻ, ദേഹി, ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ. നല്ലവേ, അവൻ നല്ലവേ, വീടുതേ എന്നും കാണിക്കാം, വീടുതേ എന്നും കാണിക്കാം. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ആത്മീയ മരണം സംഭവിച്ച് ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അവൻ രോഗിയായി, അവൻ ശാപത്തിന് ഇരയായി മാറി. ഹല്ലേലൂയ. അവൻ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. കണ്ണുനീരും ദുഃഖവും കൊലപാതകങ്ങളും പിടിച്ചു പറയും, മത്സരവും, ആമേൻ, ഷാഠ്യവും ദ്വന്ദ്പക്ഷവും, ഹല്ലേലൂയ, അങ്ങനെ ജഡത്തിന്റെ സകലവിധ, ആമേൻ, അതേ, പ്രവൃത്തികളും ലോകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വസ്ഥത നഷ്ടപ്പെട്ട് സമാധാനത്തോടെ കിടന്നിറങ്ങുവാൻ കഴിയാതെ അവലോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവുകളിൽ ശ്രമിക്കുന്നെങ്കിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയത്തക്ക വിധത്തിൽ, ആമേൻ, പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ട പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ഉതകമാറ് ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനെ ദൈവം തന്റെ പുത്രനിലൂടെ വീണ്ടെടുത്ത് തന്റെ ആത്മാവിനെ നിറച്ച് തന്റെ വചനപ്രകാരം ജീവിക്കുന്നവരെ ശക്തീകരിക്കുന്ന ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനോട് മറുതലിക്കാതെ അത് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നവരുടെ മേൽ ഉയരത്തിലെ ശക്തിയെ പകരുവാൻ ദൈവം ശക്തനാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭൗതികമായ ശരീരത്തിന് ആഹാരം ആവശ്യമായിരിക്കുന്നത് പോലെ, വെള്ളം ആവശ്യമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ അകത്ത മനുഷ്യന് ആഹാരം ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, അതെ, ആദ്യ
ആമേൻ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അകത്ത് വസിക്കുന്ന ആമേൻ ഒരാത്മാവ്, ആ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് നാം നൽകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതിനത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത്. ഹല്ലേലൂയ. 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു പദം സമാധാനം എന്നുള്ളതാണ്. സമാധാനത്തിന്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് പണമുണ്ടെങ്കിലും, കഴിവുണ്ടെങ്കിലും, നിനക്ക് സൗന്ദര്യമുണ്ടെങ്കിലും, നിനക്ക് പറയത്തക്ക വിധത്തിൽ വിദ്യാഭ്യാസമുണ്ടെങ്കിലും, നിനക്ക് പലതുമുണ്ടെങ്കിലും, ഹല്ലേലൂയ, സമാധാനമില്ലെങ്കിൽ അതേ ഉറക്കം വരത്തില്ല. സമാധാനമില്ലെങ്കിൽ നിനക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പലർക്കും സ്വസ്ഥതയില്ല. പണമുണ്ട് കേട്ടോ, പ്രതാപമുണ്ട് കേട്ടോ, ഡിഗ്രി ഉണ്ട് കേട്ടോ, പദവിയുണ്ട് കേട്ടോ, പക്ഷേ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഉറക്കമില്ല. ഉറക്ക ഗുളികകൾ കഴിച്ചിട്ടും ഉറക്കം വരാത്ത എത്രയോ ആമേൻ മാന്യന്മാര് നമുക്ക് ചുറ്റുമുണ്ട്. സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് ബിവറേജിൽ നിന്ന് ഇറങ്ങാത്ത എത്രയോ പേരുണ്ട്. ബിവറേജ് പൂട്ടിയപ്പോ വീട് ഒരു ബിവറേജ് പോലെ ആക്കിയത് എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും. ഹല്ലേലൂയ. കാരണമെന്താ? സമാധാനമില്ല. ഭാര്യ ഇല്ലാഞ്ഞിട്ടല്ല, മക്കളില്ലാഞ്ഞിട്ടല്ല, സഹോദരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പദവികൾ ഇല്ലാഞ്ഞിട്ടല്ല, സംതൃപ്തിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. ലോകരാജ്യങ്ങളിൽ അനേകരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അനേകര് നിരാശരായിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകര് ആശങ്കരായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആമേൻ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഒരു ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ശുദ്ധീകരണം കൂടാതെ കണ്ട് ആർക്കും സമാധാനം നൽകുന്ന ദൈവത്തോട് അടുക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൽ നിന്നല്ലാതെ ഈ സമാധാനം ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യന് അനുഭവിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ കേവലം ശാരീരികമായി ബലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയല്ല സർവശക്തനായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. കേവലം ക്യാൻസർ മാറ്റാൻ, കേവലം ട്യൂമർ മാറ്റാൻ, കേവലം മുഴ മാറ്റാൻ, കേവലം പനി മാറ്റാൻ, കേവലം മുടന്ത് മാറ്റാൻ, കേവലം കണ്ണു തുറക്കാൻ, കേൾവി നൽകാൻ അതല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട, ആമേൻ അതേ പാപം ചെയ്ത ആ ദേഹി അതേ മരിക്കുക, ആമേൻ നിത്യ നരകത്തിന് ആമേൻ യോഗ്യരായിക്കൊണ്ടിരിക്കുന്ന മാനവരാശിയെ ദൈവത്തോട് അടുപ്പിച്ച് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് നിത്യമായ സ്വർഗത്തിൽ ആമേൻ ദൈവവുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തുവാൻ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. Glory to God. കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഈ ഭൂമിയിൽ ആമേൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ, ഹല്ലേലൂയ, സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോ ആരും കൈവിടപ്പെടാതിരിക്കണമെങ്കിൽ, തള്ളപ്പെടാതിരിക്കണമെങ്കിൽ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ഓ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇവിടെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കുന്ന, കാക്കുന്ന ഒരു നല്ല കർത്താവ് ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കുന്നവൻ. ഹല്ലേലൂയ. അവൻ സമാധാനത്തിന്റെ ദൈവമാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുന്ന അനേകര് നമുക്ക് ചുറ്റുമുണ്ട്. അനേകര് സ്വസ്ഥത നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത് സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാണ്. ആത്മഹത്യ പ്രശ്നത്തിന്റെ പരിഹാരമല്ല. കൊലപാതകം ആമേൻ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. ഈ കഴിഞ്ഞ ദിവസം ആമേൻ നമ്മൾ കേട്ടല്ലോ,
ആമേൻ. വീട്ടിലെ വളർത്തുനായിക്ക് വിഷം കൊടുത്തു. ആമേൻ. ഞങ്ങൾ നായയെ കൂടെ കൊണ്ടുപോകുക. സന്ധ്യാസമയത്ത് വീട്ടിൽ വിളക്ക് തെളിയേണ്ട സമയത്ത് സമയം കഴിഞ്ഞിട്ടും വിളക്ക് തെളിയാതെ വന്നപ്പോ അയൽപക്കക്കാർ എന്തു പറ്റിയെന്ന് അറിയുവാനായി വന്ന് നോക്കിയപ്പോ ഒരു വീട്ടിലെ കുടുംബം മുഴുവൻ എന്നേക്കുമായി ലോകത്തിൽ നിന്ന് അതെ മാറ്റപ്പെട്ട ആ വാർത്ത അതെ നമ്മുടെ കേരളക്കരയിൽ ആമേൻ അനേകർ അറിഞ്ഞ് അതെ നിരാശപ്പെടുകയുണ്ടായി. ഇന്ന് രാത്രി അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ആമേൻ അതെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ ആരോട് പറയാം? ആർക്ക് പരിഹരിക്കാൻ കഴിയും? ആരോടും പറയാതെ പ്രശ്നങ്ങൾക്കകത്ത് നിന്ന് ഒളിച്ചോടുവാൻ, സ്വയം ജീവിതം നഷ്ടപ്പെടുത്തുവാൻ ആമേൻ ജനം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോ പ്രശ്നങ്ങൾക്ക് പരിഹാരം അതേ നൽകുവാൻ ശക്തനായ ഒരു ദൈവം ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി അതെ ജനിച്ചുവെന്നുള്ള വസ്തുത അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതേ ക്ലേശങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ, വേദനകളിലൂടെ ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി നടന്ന് ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ആമേൻ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, അല്ല വരും ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ ആമേൻ താങ്കളുടെ പ്രശ്നത്തിൽ നിന്ന് അതേ വിടുതൽ പ്രാപിക്കുവാനാണ്, അതേ താങ്കളെ രക്ഷിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം. റോമാലേഖനം 15-ാം അധ്യായം 53-ാം വാക്യത്തിൽ അതേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ആമേൻ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തത് ഇങ്ങനെയാണ്: സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, അഭിഷേകം പ്രാപിച്ചതാണ്, ദൈവകൃപയുണ്ട്. പക്ഷേ സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആമേൻ ഇന്ന് രാത്രി താങ്കളെങ്കിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ലോകത്തിൽ ഏത് മഹാൻ കൂടെ ഉണ്ടെങ്കിലോ, ലോകത്തിൽ ഏത് പദവിയുള്ളവൻ കൂടെ ഉണ്ടെങ്കിലോ സമാധാനം ഉണ്ടാകണമെന്നില്ല. സമാധാനം ഉണ്ടാക്കുവാൻ ലോകത്തിൽ അനേകര് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഉണ്ടാക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ സമാധാനം നഷ്ടപ്പെട്ട് അവര് അന്ത്യവിശ്രമം അതേ കൊള്ളുകയാണ്. എന്നാൽ ലോകത്തിൽ സമാധാനം നൽകുവാൻ ഒരുവൻ ജനിച്ചു. അവൻ ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുവാൻ വന്നു. ആ മഹാനെ ലോകം ക്രൂശിക്ക എന്ന് ആക്രോശിച്ചു. അവനെ ക്രൂശിച്ച് കല്ലറയിൽ ഒതുക്കുവാൻ ഈ ലോകത്തിന് കഴിഞ്ഞില്ല. ഈ ലോകത്തിന് ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. കല്ലറയെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശു കർത്താവ് മടങ്ങി വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുന്നു. അവന്റെ വരവിന് മുമ്പ് അവന്റെ ശബ്ദം കേട്ട് പാപത്തെ ഉപേക്ഷിച്ച ഒരു ദൈവമൈതനായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവമൈതനെ ഇന്ന് രാത്രി നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, നിന്റെ സമാധാനത്തെ കെടുത്തുന്ന, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തക്ക വിധത്തിൽ പ്രതിയോഗിയായ പിശാച് ഉയർത്തിക്കൊണ്ടുവരുന്ന സകല പ്രതികൂലങ്ങളിൽ അതിജീവിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ ഉയർത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരെ അവിടുത്തെ ആത്മാവിനാൽ വിറയ്ക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരുവാൻ ശക്തരാണ്. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളെ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വേഗത്തിൽ വേഗത്തിൽ ഹല്ലേലൂയ നിങ്ങൾക്കെതിരെ പ്രതിയോഗിയായി നിൽക്കുന്ന പിശാചിനെ നിങ്ങളുടെ കാലിന്റെ കീഴെ ചതച്ചുകളെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ഹല്ലേലൂയ അവന്റെ ആമേൻ അതേ വചനത്തെ ഓർപ്പിച്ച് ഹല്ലേലൂയ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഹല്ലേലൂയ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ ഹല്ലേലൂയ സ്ത്രീകൾ സഭായോഗങ്ങളിൽ
മിണ്ടാതിരിക്കട്ടെ. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്. സഹോദരിമാര് മിണ്ടരുതെന്ന് പറഞ്ഞതുകൊണ്ട് അവര് സഭയില് ആമേൻ അതെ അനങ്ങാതിരിക്കണമെന്നാണ്. അങ്ങനെയല്ല. ആമേൻ. വിശുദ്ധന്മാരുടെ സർവ്വ സഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങി അരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ലല്ലോ. ആമേൻ. ഇവിടെ കീഴടങ്ങുക എന്നൊരു പദം മാത്രമാണ് ഞാൻ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. ഹല്ലേലൂയ. കീഴടങ്ങാത്ത സഹോദരിമാർ എവിടെയുണ്ടോ അവിടെ സാത്താന്റെ പ്രവൃത്തി വെളിപ്പെടും. നമുക്കറിയാം ഏദനിൽ ആമേൻ കീഴടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് സാത്താൻ ആ കുടുംബത്തെ തകർത്തത്. ഹല്ലേലൂയ. ലോത്തിന്റെ കുടുംബജീവിതം എടുത്തു നോക്കിയ ലോത്തിന്റെ ഭാര്യ ആമേൻ ലോത്തിന് കീഴടങ്ങാതിരുന്നത് കൊണ്ടാണ് ലോത്തിന്റെ ഭാര്യ തകർന്നു പോയത്. ആമേൻ. അതെ, ലോത്തിലൂടെ ഉണ്ടായ തലമുറ നിമിത്തം ആ തലമുറ ആമേൻ ശപിക്കപ്പെട്ടു പോയത് നമുക്കറിയാം. മോവാബിയ ജനത എങ്ങനെ ഉണ്ടായെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് കീഴ്പ്പെടാത്ത വ്യക്തികൾ എവിടെയുണ്ടോ അവിടെ സാത്താന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ആമേൻ ആരുമായിക്കൊള്ളട്ടെ, കീഴ്വഴക്കമില്ലെങ്കിൽ ഹല്ലേലൂയ ദൈവവചനത്തിന് കീഴ്പ്പെടാമെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം ആമേൻ അതിന്റെ 9-ാം വാക്യത്തിൽ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ഒന്നാമതായി ദൈവവചനം പഠിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. രണ്ടാമതായി അത് ഗ്രഹിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. പഠിക്കണമെങ്കിലും ഗ്രഹിക്കണമെങ്കിലും അതെന്ത് ചെയ്യണം? കേൾക്കണം. ഹല്ലേലൂയ. ആമേൻ. കേൾക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കാണ് കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കുന്നവരുടെ കൂടെയാണ് സമാധാനത്തിന്റെ ദൈവം ഹല്ലേലൂയ ഇരിക്കുന്നത്. ഇന്ന് രാത്രി സമാധാനത്തിന്റെ ദൈവം നിന്റെ വീട്ടിലും നിന്റെ നാട്ടിലും നിന്റെ കുടുംബത്തിലും നിന്റെ ജീവിതത്തിലും ആമേൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ കേൾക്കണം, നീ പഠിക്കണം, നീ ഗ്രഹിക്കണം. ഹല്ലേലൂയ. നീ കാണണം, അതിന് പ്രകാരം പ്രവർത്തിക്കണം. ഹല്ലേലൂയ. സമാധാനത്തിന്റെ കർത്താവായവൻ ആമേൻ താൻ നിങ്ങൾക്ക് എപ്പോഴും അതേ സകലത്തിലും സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ സമാധാനത്തിന്റെ കർത്താവായവൻ ഹല്ലേലൂയ അവൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എല്ലായ്പ്പോഴും സകലത്തിലും സമാധാനം നൽകണം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാത്രി കർത്താവ് കൂടെ ഇരിക്കണമെങ്കിൽ ആമേൻ കേൾക്കണം. എന്ത് കേൾക്കണം? ദുഷ്ടന്റെ വായിൽ നിന്ന് വരുന്നതല്ല, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവ ദൈവത്തിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കണം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഈ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആഹാരം ആവശ്യമാണ്. ആമേൻ. വിശപ്പ് മാറണമെങ്കിൽ ആഹാരം കഴിക്കണം, ദാഹം മാറണമെങ്കിൽ വെള്ളം കുടിക്കണം. ഹല്ലേലൂയ. ഒരാത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആമേൻ ദൈവത്തിന്റെ വചനം അവൻ ഭക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അവൻ പഠിക്കണം, ദൈവത്തിന്റെ വചനം അവൻ ഗ്രഹിക്കണം. ആമേൻ. പോരാ, പരിശുദ്ധാത്മാവിനെ അവൻ സ്വീകരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവുമായി അവൻ സഹകരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായി ചേർന്ന് ജീവിക്കുവാൻ തയ്യാറാകണം. ആമേൻ. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ ജീവിതം സമാധാനപരമായി മുമ്പോട്ട് നയിക്കുവാൻ കഴിയത്തുള്ളൂ. അവനോട് കൂടെ മാത്രമേ ദൈവം വസിക്കത്തുള്ളൂ. ആമേൻ. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആളുകളുടെ വലിയ ആമേൻ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമായുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ, അത് ദുഷ്ടന്റെ കൂടെയല്ല, പാപിയുടെ കൂടെയല്ല, പരിഹാസികളുടെ കൂടെയല്ല, പിന്നെ ആരുടെ കൂടെയാ? ആമേൻ. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവൻ എല്ലാ നന്മയും അതിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം കൃപ ലഭിച്ച ദൈവത്തിന് കരമടിച്ച കർത്താവിനെ മത്സരം കൊടുക്കാത്ത നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് ഭാഗികമായി ശുദ്ധീകരിക്കുവാനല്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഭാഗികമായി ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് ആമേൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. നാം മുഴുവനുമായി ഹല്ലേലൂയ നമ്മുടെ സമസ്ത മേഖലകളിൽ, നമ്മുടെ ചിന്തയാകട്ടെ, നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ കൊടുക്കുവാങ്ങലുകളാകട്ടെ, നമ്മുടെ നിരൂപണങ്ങളാകട്ടെ, എല്ലാം ഹല്ലേലൂയ ദൈവവചനത്തിന് നിരക്കത്തക്ക വിധത്തിൽ ഒരു ശുദ്ധീകരണമുള്ളവരായി ഞാനും നിങ്ങളും മാറ്റപ്പെടുന്നുവെങ്കിൽ മാത്രമേ വിശുദ്ധനായ ദൈവം, സമാധാന ദൈവം നമ്മോട് കൂടെ വസിക്കത്തുള്ളൂ. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 48-ാം വാക്യം, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് തന്നെ ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ ആമേൻ അതെ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഇടപെട്ടത് ഇങ്ങനെയാണ്. ആമേൻ ശുദ്ധീകരണം, ആമേൻ വിശുദ്ധീകരണം. ഹല്ലേലൂയ. ആമേൻ. ഇതില്ലാതെ കണ്ട് ആർക്കും ദൈവത്തെ കാണുവാനോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവത്തോട് കൂടെ ആയിരിക്കുവാനോ കഴിയത്തില്ല. എന്നാൽ വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ ദുഷ്ടപിശാച് അവന്റെ ചിന്തയുമായി കടന്നു വന്ന് ജഡത്തിൽ അവൻ ആമേൻ ചിന്തകൾ കൊണ്ടുവന്ന് നമ്മുടെ ജഡം കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ അന്നും ഇന്നും ഒരുപോലെ പ്രതിയോഗിയായ പിശാച് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിനെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. നമ്മെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച ദാനിയേൽ തന്നെ തന്നെ അശുദ്ധി വരുത്താതിരിക്കുവാൻ താൻ സ്വയം ഒരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കും? ഞാൻ ആയിരിക്കുന്ന രാജ്യത്തു നിന്നാകട്ടെ, ഞാൻ ആയിരിക്കുന്ന വീട്ടിൽ നിന്നാകട്ടെ, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്നാകട്ടെ, എനിക്ക് അശുദ്ധി വരത്തക്ക വിധത്തിൽ ഞാൻ എന്നെ തന്നെ ആമേൻ അശുദ്ധനാക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് തീരുമാനമെടുത്ത ദാനിയേല് സിംഹത്തിന്റെ ഗുഹയില് ആമേൻ അടയ്ക്കപ്പെട്ടപ്പോൾ സിംഹത്തിന്റെ വായെ അടയ്ക്കാൻ ആമേൻ ദൈവം അവനോട് കൂടെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഇടയായി തീർന്നത് ആമേൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? ആമേൻ സമാധാനത്തിന്റെ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യോസേഫ് സഹോദരങ്ങളാൽ പൊട്ടക്കണക്കിലേക്ക് തള്ളപ്പെട്ടപ്പോ അവിടെ അവൻ തീർന്നു പോകാതിരുന്നത് സമാധാനത്തിന്റെ ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. ദുഷ്ടന്മാരും വഞ്ചകന്മാരും ചതിയന്മാരും കൊലപാതകന്മാരുമുള്ള ഈ ദുഷ്ടലോകത്ത് ആമേൻ ലോകക്കാര് കൂടെയില്ലെങ്കിലും പ്രിയപ്പെട്ടവര് കൂടെയില്ലെങ്കിലും അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ലോകാവസാനത്തോളം അവൻ നിങ്ങളോട് കൂടെയിരിക്കാമെന്ന് വാക്ക് പറഞ്ഞു. ആമേൻ. കർത്താവ് പറഞ്ഞു, അതെ ലോകത്തിൽ ആമേൻ ഞാൻ നിങ്ങൾക്ക് സമാധാനം എന്ത് ചെയ്യാം
അന്നയിച്ചു പോകുന്നു. ഈ ലോകം നൽകുന്ന സമാധാനമല്ല എന്റെ സമാധാനം. ഇന്ന് രാത്രി ആ സമാധാനം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ഇവിടെയാണ് യേശു ക്രിസ്തു ഹല്ലേലൂയ എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. ആത്മാവിന് ഹല്ലേലൂയ അത് നൽകുവാനുള്ള ആമേൻ സന്ദേശവുമായാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിന് ഹല്ലേലൂയ രക്ഷയ്ക്കായി ഹല്ലേലൂയ അത് വിശപ്പ് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ആദാമിന്റെയും ഹവ്വയുടെയും അന്തർലീനമായ പാപം ഇപ്പോഴും മനുഷ്യാത്മാവിൽ ആമേൻ സജീവമാണെന്ന് സത്യവേദ പുസ്തകം വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവും മനുഷ്യരും തമ്മിലുള്ള സമാധാനം സ്ഥാപിക്കുന്നതിന് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ആമേൻ സമാധാനത്തിന്റെ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് ആമേൻ മനുഷ്യനെ കൈപിടിച്ചുയർത്തുവാൻ ലോക രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. ആമേൻ. അതെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, 48-ാം വാക്യത്തിൽ ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. ഹല്ലേലൂയ. 6:35 ഒന്നുകൂടെ വായിക്കാം. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. യേശു കർത്താവ് പറഞ്ഞു. അതിന്റെ 48-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഭൂമിയിലായിരുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ആമേൻ കടന്നുപോയപ്പോ അവർക്ക് വിശന്നു. ഹല്ലേലൂയ. വിശന്ന സമയത്ത് അവരുടെ മുമ്പിൽ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന മോശയോട് പിറുപിറുക്കുകയുണ്ടായി. മോശയോട് പിറുപിറുത്തപ്പോൾ മോശ ദൈവത്തോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇന്ന് രാത്രി കൂടെയുള്ളവർ ഒരുപക്ഷെ മക്കളാകാം, ഒരുപക്ഷെ ഭാര്യയാകാം, ഒരുപക്ഷെ ഭർത്താവാകാം, ഒരുപക്ഷെ അതേ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും വ്യക്തിയാകാം. അവര് പിറുപിറുക്കാറുണ്ടല്ലോ. പിറുപിറുത്തിട്ടില്ലേ? അമ്മേ, മോശ പിറുപിറുത്ത് കേട്ടോ. അമേ. അങ്ങനെ ആ പിറുപിറുപ്പിന്റെ മധ്യത്തിലും ആ കഷ്ടത കണ്ട് നിലവിളി കേട്ട് സങ്കടങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വന്ന ദൈവം അവര് ആരാധിച്ചപ്പോഴല്ല, അവര് ഉപവസിച്ചപ്പോഴല്ല, അവര് കൺവിക്ഷൻ കൂടിയപ്പോഴല്ല, ആമേൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് മന്ന കൊടുത്തത്. ഹല്ലേലൂയ. മന്നയെ പോലെയുള്ള ഒരു വസ്തുവിനെ കുറിച്ചൊന്നും യേശു കർത്താവ് ഹല്ലേലൂയ അവരോട് സംസാരിച്ചില്ല. ഹല്ലേലൂയ. പിന്നെന്താണ് ഈ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ചത്? സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. അവരുടെ ഭൗതിക ശരീരത്തിന്റെ ആ ജഡത്തിന്റെ പുഷ്ടിക്ക് വേണ്ടി ആ പിറുപിറുത്തപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് മന്ന കൊടുത്തതുപോലെ തന്റെ ശരീരത്തെ അല്ലെങ്കിൽ തന്നെ ശരീരത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി, കേവലം ഭൗതിക നേട്ടത്തിന് വേണ്ടി തന്നെ ഭക്ഷിപ്പാൻ കൊടുക്കുകയാണെന്നല്ല യേശു കർത്താവ് അവരോട് പറഞ്ഞത്. അതിന്റെ 6-ാം അധ്യായം 51-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനല്ല എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി കർത്താവിനെ കാണിച്ചു കൊടുത്ത അല്ലെ രാത്രി അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് വന്ന യേശു എന്തിനു വേണ്ടി വന്നു എന്നുള്ള സത്യം അവരറിയുവാൻ
ഹല്ലേലൂയ. അവരത് മനസ്സിലാക്കുക. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. നിത്യ ജീവൻ അവകാശിയായി, നിത്യ രക്ഷയ്ക്ക് അവകാശിയായി ആമേൻ മാറുവാൻ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതാണെന്നുള്ള സന്ദേശം കർത്താവ് കൈമാറുകയായിരുന്നു. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിൽ ഹല്ലേലൂയ യേശു തന്നെ കുറിച്ചോ തന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ആമേൻ അനവധി നിരവധി കാര്യങ്ങൾ ആമേൻ 4 സുവിശേഷങ്ങളിലൂടെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിയോഗിച്ചാക്കി വെച്ച അഭിഷക്തന്മാരെ എഴുതുകയുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. 6-ാം അധ്യായം ഹല്ലേലൂയ 35-ാം വാക്യവും 8-ാം അധ്യായം 12-ാം വാക്യവും യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, യേശുവിന്റെ ശൈലികൾ, യേശുവിന്റെ വാക്കുകൾ. യേശു ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ആമേൻ, ഞാൻ ജീവന്റെ അപ്പമായി ഈ ഭൂമിയിലേക്ക് വന്നത് ആമേൻ എന്തിനാണ്? എന്നേക്കും നിങ്ങൾ ജീവിക്കുവാനാണ്. ഹല്ലേലൂയ. നിത്യമായ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക്, നിത്യമായ രക്ഷയിലേക്ക് നിങ്ങളെ നയിപ്പാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഭക്ഷണം എന്തിനാ? വിശപ്പ് മാറ്റാനാ. വെള്ളം എന്തിനാ? ദാഹം മാറ്റാനാ. പ്രിയമുള്ളവരെ, ആത്മീയ വിശപ്പിനെ ശമിപ്പിക്കുക, ആത്മീയ ജീവൻ നൽകുക യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത്. ഹല്ലേലൂയ. പിന്നെയും യേശു അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ലോകത്തിന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വിശുദ്ധ ജീവിതം നയിക്കുന്ന ഞാനും നിങ്ങളും അനേകർക്ക് വെളിച്ചമാകണം. ഹല്ലേലൂയ. ആമേൻ. ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഹല്ലേലൂയ. ഇരുളിൽ തപ്പിത്തടയുന്ന അനേകർക്ക് സമാധാനം നൽകുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് അതേ അയക്കപ്പെട്ട ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആമേൻ ദൈവമക്കൾ ഇന്ന് രാത്രി തിരിച്ചറിയണം, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് പിന്നെയും ആമേൻ 10-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഒരിക്കൽ ദൈവത്തിന് മുകളിൽ കയറുമെന്ന് അഹങ്കരിച്ച ദൂതനെ വെട്ടി താഴെയിട്ട ചരിത്രം സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ ശക്തമായി അതേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ എന്ന് പറഞ്ഞ യേശു കർത്താവ് തന്നിലൂടെ പിതാവായ ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുവാനത്രേ ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഹല്ലേലൂയ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ആമേൻ. ഞാൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ കലമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ട്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ജീവന്റെ അപ്പമായവൻ, ലോകത്തിന്റെ വെളിച്ചമായവൻ, ഹല്ലേലൂയ, വാതിലായവൻ, ഹല്ലേലൂയ, നല്ല ഇടയനായവൻ തന്റെ ജീവനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ ആമേൻ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയും, ഞാൻ പിതാവിനെ അറിയും, ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയും, എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ അറിയുവാൻ ആരുമില്ല. എന്റെ കഷ്ടത കാണുവാൻ, എന്റെ വേദന കാണുവാൻ, എന്നെ മനസ്സിലാക്കുവാൻ ഉലകത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ് അതേ നീ ഒതുങ്ങി കഴിയേണ്ടവനല്ല, ഒതുങ്ങി കഴിയേണ്ടവനല്ല. നിനക്ക് നിത്യമായ സമാധാനം നൽകുവാൻ, അതെ നിന്നെ നിത്യതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഒരുവരെ ഉലകത്തിൽ ജനിച്ചിട്ടുള്ളൂ. അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ
അവൻ ജീവന്റെ അപ്പമാണ്. നിന്റെ ആത്മീയ വിശപ്പിനെ ശമിപ്പിക്കുവാൻ. ഹല്ലേലൂയ. നീ വെറും ഒരു ജഡം മാത്രമല്ല, നിന്റെ അകത്തൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് അവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ. ഹല്ലേലൂയ. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാകയാൽ ഇന്ന് രാത്രി നിന്റെ ആത്മാവ് നഷ്ടമായി പോകാതിരിക്കുവാൻ, നിന്റെ ആത്മാവ് നിത്യതയിൽ എത്തുവാൻ തക്കവണ്ണം ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹോദര, കൂടപ്പുറപ്പേ, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ സമയം നീ മെസ്സേജ് ഷെയർ ചെയ്യുക. ഈ ഉറപ്പില്ലാത്ത നിത്യനാശത്തിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദുഷ്ടപിശാച് സ്വസ്ഥതയില്ലാതെ അവരെ നെട്ടോട്ടം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഓട്ടത്തിൽ അവൻ ഈ സന്ദേശം അവരെ വഴിത്തിരിവായി മാറും. അവരും യേശുവിനെ അറിയുവാൻ, അവരും യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ, നിത്യജീവൻ അവകാശിയായി മാറുവാൻ, അവരുടെ ആത്മീയ വിശപ്പിനെ ശമിപ്പിക്കുവാൻ ഉതകുന്ന ജീവന്റെ അപ്പമായവൻ, ഹല്ലേലൂയ, ലോകത്തിന്റെ വെളിച്ചമായവൻ, ആടുകളുടെ നല്ല ഇടയനായവൻ. യേശു അവളോട്, ഞാൻ തന്നെ പുനർത്തുവാനും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനെ കൂടാതെ അനേകർ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങളിലൂടെ ആമേൻ കടക്കണിയിൽ അകപ്പെട്ട് ആമേൻ ജീവിക്കുവാൻ ഗത്യന്തരമില്ലാതെ സ്വയം ആത്മഹത്യ ചെയ്യുന്നു. എങ്ങനെയാ കടമായത്? ആമേൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, ആമേൻ വീട് വെക്കാൻ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ, അതെല്ലാം നഷ്ടത്തിൽ കലാശിച്ചു. ആമേൻ സമൂഹത്തിൽ ഇനി തലയുയർത്തുവാൻ അതെ ലജ്ജിച്ചുകൊണ്ട് സ്വയം ഇരുളിന്റെ മറവിൽ അതെ ജീവിതം അവസാനിപ്പിക്കുന്ന അനേക ആയിരങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോ ഇന്ന് രാത്രി ലോകത്തിന്റെ വെളിച്ചമായവൻ അതെ അവൻ ആരെന്നറിഞ്ഞ് അവനെ അനുഗമിക്കുന്ന ഒരു ദൈവ വൈതലേ, ഇരുളിൽ നടക്കാതെ ലോകത്തിന്റെ വെളിച്ചമായി അതെ നടക്കുവാൻ, ജ്യോതിസുകളെ പോലെ അതെ പ്രകാശിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനമേ, ഇന്ന് രാത്രി നാം ഒന്ന് ഉണരേണ്ടിയിരിക്കുന്നു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവിനെ കൂടാതെ സമാധാനം നൽകുന്ന ദൈവത്തിന്റെ അരികിലേക്ക് ആർക്കും എത്തുവാൻ കഴിയത്തില്ല. സ്നേഹിത, ഈ സന്ദേശം അത്രേ നിന്നെ ഒരു ദൈവവൈദ്യനാക്കി മാറ്റിയത് അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടിട്ടല്ല. അവൻ യഥാർത്ഥമായി സമാധാനം നൽകുന്ന ദൈവത്തെ അനുഗമിക്കുവാൻ യേശു ആവശ്യപ്പെട്ടത്. ഹല്ലേലൂയ. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിന്റെ അടുക്കൽ ആരും എത്തുന്നില്ല. അത്ഭുതം കണ്ടിട്ടല്ല, അടയാളങ്ങൾ കണ്ടിട്ടല്ല, പ്രവചനം കേട്ടിട്ടല്ല, യേശു ആരാണ് അറിഞ്ഞിട്ടത്രേ പിതാവിന്റെ അരികിലേക്ക് ഒരുവനെത്തേണ്ടത്. ഇന്ന് രാത്രി യേശു സത്യമാണ്, യേശു ജീവനാണ്, യേശു വഴിയാണ്. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷമാകുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ ആമേൻ താഴോട്ടുള്ള വേദഭാഗങ്ങൾ, എന്നാൽ അതിന്റെ 1, 5 മാത്രം ഞാൻ ഓർപ്പിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ അത് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോടായി, തന്നെ ശ്രദ്ധിച്ചവരോടായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വിശുദ്ധനായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച യേശു കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആമേൻ. അതെ, ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ ആമേൻ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, യേശുവിനെ കൂടാതെ ഇവിടെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിനെ ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ, ഞാൻ അങ്ങനെയുള്ളവരെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകളെയും യേശു കർത്താവിന്റെ
ഉപദേശത്തെയും അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അവർ തർക്കിക്കുവാനും ചോദ്യം ചെയ്യുവാനും വാദിക്കുവാനും ഒക്കെ ഉരമ്പിട്ടിറങ്ങുന്നവരാ. ഇന്ന് പകലിലും അങ്ങനെയുള്ളവര് ശബ്ദമുയർത്തി എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ശ്രോതാവായിരിക്കുന്ന താങ്കളുടെ മുമ്പിലും ഇപ്രകാരം എഴുന്നേൽക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ടാകാം. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോ അതിനെ അംഗീകരിക്കാത്ത അനേകര് അന്നും ഇന്നും ശബ്ദമുയർത്തുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് യേശു ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ തന്നെ അപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവൻ സൂചിപ്പിക്കുന്നത് അവൻ മനുഷ്യരുടെ മനസ്സിനോടും ഹൃദയത്തോടും ആത്മാക്കളോടുമാണ്. ഹല്ലേലൂയ. മനുഷ്യരുടെ മനസ്സിനോടും ഹൃദയത്തോടും ഹല്ലേലൂയ അവരുടെ ആത്മാക്കളോടും കൂടെയാണ്. ഹല്ലേലൂയ. ശരീരത്തിന് അക്ഷരാർത്ഥത്തിലുള്ള ഭക്ഷണം ആവശ്യമാണ്. ഹല്ലേലൂയ. കാരണം ശരീരത്തിന്റെ നിലനിൽപ്പിന് ആഹാരം കൂടിയേ പറ്റൂ. ആഹാരമില്ലാതെ വെള്ളമില്ലാതെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ യേശു ആകുന്ന അപ്പം അല്ലെങ്കിൽ ജീവന്റെ അപ്പമാകുന്നു പറഞ്ഞ യേശുവിനെ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? അതെ, യേശുവിനെ രുചിച്ചറിവാനിടയായി തീർന്നിട്ടുണ്ടോ? തേനിലും മധുര്യമാ, തേനിലും മധുര്യമാ യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തന്റെ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ ഹല്ലേലൂയ. ക്രിസ്തു മാധുര്യമാ. കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ, ഒറ്റപ്പെടലുകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവമൈതലേ, അവിടെയാണ് യേശു ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ നാടി നടത്തപ്പെട്ട യോഹന്നാൻ യേശുവിന്റെ മാർഗോട് ചേർന്നിരുന്നവനാണ്. ഒരു തെറ്റും ഒരു കുറ്റവും അവനെ കുറിച്ച് ആർക്കും പറയുവാനില്ല. അവനെ എത്ര പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാട് കടത്തിയത്. ഇന്ന് രാത്രി നിന്റെ സഹോദരങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ? യോസേഫിനെ പോലെ പൊട്ടക്കണത്തിൽ എടുത്തെറിയുന്ന അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്നെ കുറ്റപ്പെടുത്തുന്നവർ കാണെ, നിന്നെ ഒറ്റപ്പെടുത്തുന്നവർ കാണെ, നിന്നെ വിധിച്ച് തള്ളുന്നവരുടെ മുമ്പിൽ മോർദെഖായിയെ മാനിച്ച ഒരു നല്ല ദൈവം ഇന്ന് രാത്രി കൂടെയുണ്ട്. തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ നിന്റെ വളർച്ച കണ്ട്, നിന്റെ ഉയർച്ച കണ്ട് ഹല്ലേലൂയ നീ മാനിക്കപ്പെടുമെന്ന് കണ്ടിട്ട് 4 പേരുടെ മുമ്പിൽ നിന്നെ കുറച്ചു കാണിക്കുവാൻ പ്രതിയോഗിയായ പിശാച് എഴുന്നേറ്റ് പ്രബലപ്പെടുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ജീവന്റെ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ നീ ശുദ്ധീകരിക്കപ്പെടുന്നുവെങ്കിൽ, നീ വിശുദ്ധീകരിക്കപ്പെടുന്നുവെങ്കിൽ, നീ ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ശത്രുക്കളുടെ മുമ്പാകെ മേക്ഷയൊരുക്കുന്ന ദൈവം അതേ ശത്രു കണ്ട് അതേ അമ്പരക്കത്തക്ക വിധത്തിൽ, വിസ്മയത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരിക തന്നെയും വിശ്വസിക്കുന്നവർ കരപടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയോ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവും വ്യക്തിപരമായ രക്ഷകനുമായി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെങ്കിൽ ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിപ്പാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നാളിതുവരെ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി ഈ സന്ദേശം താങ്കൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. അനവധി വീഡിയോ, അനവധി പ്രസംഗങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട താങ്കൾ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ആമേൻ കഷ്ടം, ആമേൻ ഒറ്റപ്പെടൽ, വേദന, നിരാശ, ആകുലത അനുഭവിക്കുന്നുവെങ്കിൽ ക്രിസ്തു ആരെന്ന് രുചിച്ചറിയുവാനുള്ള അവസരമാണ്. ഹല്ലേലൂയ. എന്നും കഷ്ടതയ്ക്കകത്ത് കിടക്കുവാൻ അനുവദിക്കുന്നവനല്ല ദൈവം. എന്നും പ്രതികൂലത്തിനകത്ത് തളർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി സമസ്ത മേഖലകളിൽ ആമേൻ ഉയർച്ചയുടെ പടിവുകളെ ചവിട്ടിക്കയറുവാൻ അനുവദിക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് രാത്രി ആമേൻ കൂടെയുണ്ടെന്ന് തിരിച്ചറിയുന്നവർ, സാന്നിധ്യമനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാത്ത ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആമേൻ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കുകയും നിങ്ങളുടെ ആത്മാവും ഹല്ലേലൂയ അത് അനുഭവിക്കുവാനും തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. നിങ്ങൾ ഒരു ദൈവ മകനായി തീരുകയും ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് ആമേൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി മാറുകയും അവന്റെ നാമം വിളിക്കുകയും ഹല്ലേലൂയ അവന്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് ആ ദൈവമൈതലായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം കാതോർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളുടെ പിതാവാകുകയും യേശു ക്രിസ്തു നിങ്ങളുടെ കർത്താവാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭൂമിയിൽ ലഭിക്കാത്ത ആമേൻ ഒരു അനുഗ്രഹവും ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ ഈ സത്യം ഉൾക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ നിങ്ങളെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി വേറെ ഈ ലോകത്തിൽ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ആ നിലയിൽ നിങ്ങളെ ഉയർത്തി മാനിപ്പാൻ അത്രേ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത്. ഹല്ലേലൂയ. ആമേൻ. കൂടാതെ പുരാതന ആമേൻ അതെ വിശുദ്ധന്മാരോടൊപ്പം എന്നേക്കും സന്തോഷിക്കുവാൻ സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള പദവിയും കൂടെ ദൈവം നൽകി തരികയാണ്. ഹല്ലേലൂയ. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഒരു വാക്യം കൂടെ നിങ്ങളെ കേൾപ്പിച്ചിട്ട് ആമേൻ പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. ഉയർച്ചയുടെ പടികൾ ചവിട്ടി കയറുവാൻ തക്കവണ്ണം നിങ്ങളെ ശക്തീകരിപ്പാൻ അത്രേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അവൻ ആരെയും തള്ളിക്കളയുന്നില്ല. ആമേൻ. അതെ മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരെ കൂടെ ഉയർത്തി കൊണ്ടുപോകുവാൻ അവന്റെ കല്ലറ തുറന്നപ്പോൾ ഇവിടെ അനേക ആമേൻ അതെ വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇനിയും കർത്താവ് ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചവരുടെ കല്ലറകൾ തുറക്കപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. ഈ പ്രത്യാശയുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകും. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച പോലെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം വിളിക്കപ്പെട്ടിരിക്കുന്ന തന്റെ ശിഷ്യന്മാരെ അവനും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ യേശു കർത്താവ് ആമേൻ അതെ നമ്മയും അയക്കുകയാണ്. ഹല്ലേലൂയ. അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധ ജീവിതം നയിപ്പാൻ ആ ദാനിയേലിനെ പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്നെ ശുദ്ധീകരിപ്പാൻ അതെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഇന്ന് രാത്രി എത്ര പേർ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ കഥകളും അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വാതിൽ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. ഹല്ലേലൂയ. ആമേൻ. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചുകൊണ്ട് നമ്മുടെ നിത്യ ജീവന് വേണ്ടി, നമ്മുടെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി, ഹല്ലേലൂയ, നിത്യമായ ആ സ്വർഗം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി
ഹല്ലേലൂയ. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എല്ലാ കലകളും അടയ്ക്കും. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും, നമ്മുടെ കൂടെപ്പിറപ്പ് ആരെങ്കിലും, നമ്മുടെ ജീവിത പങ്കാളികൾ, ആമേൻ, നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ രക്ഷ ആമേൻ സ്വീകരിക്കാതെ യേശുവിനെ അറിയാതെ ആയിരിക്കുന്നുവെങ്കിൽ അവരുടെ നിത്യത ആമേൻ നിത്യ നരകത്തിലായിരിക്കും. സ്നേഹിത, നിന്റെ ജീവിതത്തിൽ അവരെ പരിചയപ്പെടുവാൻ അവസരം നൽകിയിട്ട് അവരുമായി ആമേൻ സമ്പർക്കം പുലർത്തുവാൻ അവസരം നൽകിയിട്ട് ഹല്ലേലൂയ, അവരുടെ ആത്മാവ് നഷ്ടപ്പെടുവാൻ ഇടയായ അതേ ഞാൻ ഞങ്ങളും കണക്ക് കൊടുക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ഈ സത്യം അവരറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ ജീവിച്ചാൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ദേശം ആമേൻ നിത്യതയിലേക്ക് നിന്നെ കൈപിടിച്ച് ഉയർത്തുന്നതാകയാൽ ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തി. സകല നാമത്തിലും മേലായ നാമം നൽകിയ ഉയർത്തിയ യേശു കർത്താവിനെ ഇന്ന് രാത്രി ഈ മീഡിയയിലൂടെ ഈ ലൈവിലൂടെ പ്രസംഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ കർത്താവ് അതേ ജീവിതത്തിൽ രക്ഷകനുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ സന്ദേശം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ഇനിയും ആമേൻ കർത്താവിനെ സ്വീകരിക്കാത്ത ആമേൻ എല്ലാവരോടും ആമേൻ ഈ സന്ദേശം അറിയിക്കുവാൻ ജീവിതം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ആമേൻ ഈ സന്ദേശം എത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ, ക്ഷണിക്കപ്പെട്ടവരാണല്ലോ ദൈവമക്കൾ. ഹല്ലേലൂയ. അവർ വിശുദ്ധി ആമേൻ അതേ ദാനിയേലിനെ പോലെ ദാനിയേലായിരുന്ന രാജ്യത്ത് ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമല്ല തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയതുപോലെ ശിഷ്ടായുസ് ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതങ്ങളിലൂടെ യേശു ജീവിക്കുന്ന ദൈവമെന്ന് അനേകരെ വിശ്വസിക്കത്തക്ക വിധത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുക വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധന്മാരുടെ ആമേൻ അത്ഭുതകരമായ കുടുംബത്തിൽ ചേരാൻ ഹല്ലേലൂയ വിശുദ്ധന്മാരോട് ഒരുമിച്ച് നിത്യകാലം കർത്താവിനോട് കൂടെ ആ സ്വർഗത്തിലായിരിക്കുവാൻ ആമേൻ ഞങ്ങളുടെ ആത്മീയ വിശപ്പിനെ ശമിപ്പിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ജീവന്റെ അപ്പം ഹല്ലേലൂയ ഭക്ഷിപ്പാനും ആർത്തിയുള്ളവരായി ഓരോരുത്തരും മാറ്റപ്പെടുവാൻ ഇടയാകും. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. നിന്ദിക്കുന്നവരുടെ മുമ്പാകെ മാനിക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ നാളും കൂടെയിരിക്കുന്ന കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തി ജീവിപ്പാൻ എല്ലാവരെയും സഹായിച്ചാൽ അതിനെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ഉയരത്തിലെ ശക്തിയെ പ്രാപിക്കുവാൻ ഇടയാകട്ടെ. എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ വേദനകളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ ആകുലതകളും മാറട്ടെ. അങ്ങ് നൽകിയ അധികാരം ഉപയോഗിച്ചു പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആരും നഷ്ടപ്പെട്ടു പോകാനിടയാകുക, എല്ലാവരും നിത്യജീവൻ അവകാശികളായി മാറുക, സ്വർഗമിടയാകുക. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം. ഒപ്പം ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാകിയ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. ആരും ആത്മഹത്യ ചെയ്യരുത്, ആരും കൊലപാതകം ചെയ്യരുത്. അവരഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉണ്ട്. ഇവിടുത്തെ ഈ ജഡം കൊണ്ട് മാത്രം ജീവിതം തീരുന്നില്ല. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. കൂടുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ ആമേൻ റിക്വസ്റ്റ് ചെയ്യുക. സ്നേഹതീരം ഫാമിലി യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.
രാത്രി ഈ കൂട്ടായ്മയിൽ സഹകരിച്ച, ഈ ലൈവിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹനീരം ഫാമിലി. ഗോഡ് ബ്ലസ് യു. ശുഭരാത്രി.